വട്ടിയൂർക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളും LP സ്കൂളും. ഈ സ്കൂളുകളിൽ പോകുന്ന പിള്ളേർ ഈ നടവഴിയായിട്ടാണ് പോകുന്നത്. എവിടെയാണ് ഈ കരിയിലയുടെ ഇടയിൽ ഈ അണലി പാമ്പ് കിടക്കുന്നത് കരിയിലയുടെ അതേ രീതിയിലാണ്. ഇതെപ്പോഴാണ് ഇത് ഭയങ്കര ആക്രമണ ശൈലിയാണ്, മൂർഖം പാമ്പിനെ പോലെയല്ല. ഇതെപ്പോഴാണ് ആക്രമിക്കുന്നതെന്ന് അറിയേണ്ടത്. കൊച്ചു പിള്ളേർ പോകുന്നത്, അപ്പോൾ അവർ ഇത് പെട്ടെന്ന് ആക്രമിക്കുന്ന ഇതാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വൃത്തിയാക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിൻ്റെ ഒരു വിഹാര കേന്ദ്രമാണ് ഇടജീവികളുടെ. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന മരത്തിൻ്റെ കൊണ്ടകൾ വെട്ടണമെന്ന് ഞാൻ രേഖാമൂലം ആണ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലുള്ള ഒരു മൃഗാശുപത്രിയിലേക്ക് കടക്കുന്ന കവാടത്തിന് മുൻപിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡാണിത്. അതുകൂടാതെ അതിന് തൊട്ടു പുറകിലായി സമ്പൂർണ്ണ ശുചിത്വ യജ്ഞം എന്നുള്ള ഒരു ബോർഡും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് തൊട്ടു പുറകിലായി ഒരു അനാഥ പ്രേതം പോലെ കിടക്കുന്ന ഒരു ബിൽഡിംഗ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ബിൽഡിംഗ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നില്ല. ഈ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗവും നേരത്തെ പറഞ്ഞതുപോലെ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞത്തിൻ്റെ ആ ഒരു ബിൽഡിങ്ങും നിലവിലിപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഈ പ്രേതാലയത്തിന് തൊട്ട് പുറകിലായ ഒരു മൃഗാശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വഴിയിലൂടെയാണ് ആ മൃഗാശുപത്രിയിലേക്ക് പോവുക. നിരന്തരം ആൾക്കാർ പോകുന്ന ഒരു വഴിയാണ് ഇത്. പഴയ ഗവൺമെൻറ് സ്ഥാപനമാണിത് ദൃശ്യങ്ങളിൽ കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുന്ന ഈ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ബിൽഡിംഗ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റും വലിയ രീതിയിൽ കാട് പടർന്നു പിടിച്ചിരിക്കുന്നു. അതുകൂടാതെ വലിയ രീതിയിൽ ഈ പ്രദേശത്ത്, അതായത് ഈ വട്ടിയൂർക്കാവ് പ്രദേശത്ത്, ഈ ഒരു പ്രദേശത്ത് ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ ഒരു ബിൽഡിംഗ് കാരണം, ഈ ഒരു പരിസരം കാരണം വലിയ രീതിയിൽ പാമ്പ് ശല്യം ഉണ്ട് എന്നാണ് നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പരാതി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെയാണ് ഈ മൃഗാശുപത്രിയിലേക്ക് പോകേണ്ടത്. നിരന്തരം ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വലിയ രീതിയിൽ അണലി ഉൾപ്പെടെയുള്ള വലിയ വിഷമുള്ള പാമ്പുകളുണ്ട് എന്നാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു മൃഗാശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഈ പഴയ ബിൽഡിങ്ങിൻ്റെ പുറകു വശമൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം വലിയ രീതിയിൽ കാടും വള്ളികളും എല്ലാം തന്നെ വേസ്റ്റ് ഉൾപ്പെടെ അടിഞ്ഞു കൂടിയിരിക്കുന്ന സാഹചര്യം. നമ്മുടെ സംസ്ഥാനത്ത് വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വന്യജീവികൾ ഉൾപ്പെടെ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത്. അതുകൂടാതെ പാമ്പ് കടിയേറ്റ് ഓരോ ദിവസം കൂടുന്തോറും മരണം ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യവും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു വാർത്ത നമ്മൾ പുറത്ത് വിടുന്നത്. ഈ ഒരു പഴയ ബിൽഡിങ്ങിന് തൊട്ട് സൈഡിലൂടെയാണ് ഈ മൃഗാശുപത്രിയിലേക്ക് പോകേണ്ടത്. നിരന്തരം ആൾക്കാർ പോകുന്ന ഒരു വഴിയാണിത്. ഈ വഴി ഇതുവരെയും ഈ ഒരു വേണ്ടപ്പെട്ട അധികാരികളോ ഒന്നും തന്നെ വൃത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഉരകങ്ങളുടെ ശല്യം ഈ നാട്ടുകാർക്ക് ഈ ഒരു ബിൽഡിംഗ് കാരണം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. പരാതിയിൽ ഈ കാട് കയറി കിടക്കുന്നു. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഞാൻ ഈ കമ്മിറ്റികൾ കമ്മീഷണർ പ്രസിഡൻറ്റിലാണ് കൂടുന്നത്. അപ്പോൾ ഞാൻ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന മരത്തിൻ്റെ കൊണ്ടകൾ വെട്ടണമെന്ന് ഞാൻ രേഖാമൂലം ആണ് ഈ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്. അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് പേരൂർക്കട മുതൽ മരക്കൊമ്പൊക്കെ വെട്ടിയിട്ട്, പക്ഷേ ഇവിടെ ഈ പഴയ ബ്ലോക്ക് ഓഫീസർ, തിരുവനന്തപുരം റൂറൽ ബ്ലോക്ക് ഓഫീസാണിത്. ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടതുകൊണ്ട് 2 സ്കൂളുകളുണ്ട്, വട്ടിയൂർക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളും LP സ്കൂളും. ഈ സ്കൂളുകളിൽ പോകുന്ന പിള്ളേർ ഈ നടവഴിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാട്ട് ഉരകങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് പാമ്പുകളും അതുപോലെ ഈ കൊണ്ടകൾ, ചെറിയ നിസ്സാര കാര്യം മതി കൊണ്ട വീണ് മനുഷ്യജീവൻ നഷ്ടപ്പെടാം. അങ്ങനെ ഇത് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത്. കോർപ്പറേഷനിലാണ് കൊടുത്തത് പരാതി. ഇപ്പോൾ ഇവിടെ പാമ്പ് ശല്യം ഉണ്ടോ? പൊതുവെ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് ഇപ്പോഴേ ഈ പാമ്പിൻ്റെ വളരെ ബാക്കിലോട്ട് ചെന്നാൽ
അറിയാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തൊട്ട് പുറകിലൊരു മൃഗാശുപത്രിയിൽ വരുന്ന ആൾക്കാർ വല്ലപ്പോഴേക്ക് വരുന്നവർ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഇതിൻ്റെ ഒരു വിഹാര കേന്ദ്രമാണ് ഇടജീവികളുടെ. അതൊരു വലിയ ഒരു പിന്നെ പരാജയമാണ്. ഇതിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പരാജയമാണിത്. മൃഗാശുപത്രി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ്, എങ്ങനെയാണ് വരുന്നത്? നഗരസഭേൻ്റെ ആണോ? അത് നഗരസഭയുടെ കീഴിലല്ല, ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസായിരുന്നു. അതിപ്പോൾ 2010 മുതൽ അതില്ല, ഇത് അടഞ്ഞു കിടക്കുകയാണ്. അന്ന് ഈ വട്ടിയൂർക്കാവ് LP സ്കൂളിന് വേണ്ടിയിട്ട് ഈ സ്ഥലം, ഞാൻ PT-യുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു വട്ടിയൂർക്കാവ് LP സ്കൂളിൻ്റെ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്കൂളിന് വേണ്ടി ഈ സ്ഥലം വിട്ടുതരണമെന്ന് പറഞ്ഞ് മന്ത്രി ശിവൻകുട്ടി കണ്ട് 3 പ്രാവശ്യം കണ്ട് നേരിട്ട് പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂളിന് വേണ്ടി സ്ഥലം അനുവദിച്ചു ഇട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത്, ഒരു കോർപ്പറേഷൻ്റെ ഒരുപാട് തൊഴിലാളികളുണ്ട് ജോലി ചെയ്യുന്ന, ഈ വൃത്തിയാക്കുന്നവർ. അവരെ കൊണ്ട് ഈ മരത്തിൻ്റെ ചില്ലകൾ മുറിച്ച് ഈ കാട് വൃത്തിയാക്കി, കുഞ്ഞുങ്ങൾ താഴെ ഗ്രൗണ്ടുണ്ട്, അവിടെ കളിക്കാൻ വരുന്നുണ്ട്. ഈ റോഡാണ്, ഇതിൻ്റെ സൈഡിൽ കൂടെ റോഡുണ്ട്. ആ റോഡിൽ കൂടെയാണ് കൊച്ചു പിള്ളേർ പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ആക്രമിക്കുന്ന ഇതാണ്, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വൃത്തിയാക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഇത് മാത്രമല്ല, പോളിടെക്നിക്കിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തും കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ വൃത്തിയാക്കണമെന്നാണ്. അതുപോലെ തന്നെ SIP പോലീസ് ക്യാമ്പിൻ്റെ ബാക്കിൽ പോലീസ്, അത് ഞാൻ ആ വിഷയവും ഞാൻ പോലീസ് ക്യാമ്പ് ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള പോലീസ് ക്യാമ്പിൻ്റെ തൊട്ട് ബാക്കിലും അത് കേന്ദ്രീയ വിദ്യാലയമുണ്ട്, അവിടെയും കാട് പിടിച്ചാണ് കിടക്കുന്നത്. അവിടെയും ഭയങ്കര ഉരകങ്ങളുണ്ട്. ഇതും ഞാൻ പരാതിയായിട്ട് കമ്മീഷണർ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെന്തായാലും ഒരുപാട്, അതായത് ഈ മൃഗങ്ങളെയും കൊണ്ട് കാണിക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യജീവനുകൾ ഇതിൽ കൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വലിയ ഭീഷണിയാണ് അല്ലേ സത്യത്തിൽ ഈ ഉരകങ്ങളുണ്ട് എന്ന് പറയുന്നത്. എവിടെയാണ് ഈ കരിയിലയുടെ ഇടയിൽ അണലി പാമ്പ് കിടക്കുന്നത്? കരിയിലയുടെ അതേ രീതിയിലാണ്. ഇത് എപ്പോഴാണ്, ഇത് ഭയങ്കര ആക്രമണ ശൈലിയാണ്, മൂർക്കം പാമ്പിനെ പോലെയല്ല. ഇതെപ്പോഴാണ് ആക്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കിടക്കാം. ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ അത് ഭയങ്കര ചതുപ്പ് നിലം പോലെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് അധികാരികൾ എത്രയും വേഗം ഇത് കണ്ടറിഞ്ഞ് ഇതിനെ കോർപ്പറേഷൻ്റെ ഭാഗത്തുള്ള തൊഴിലാളികളെ കൊണ്ട് അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ കൊണ്ട് മരങ്ങളൊക്കെ ചില്ലകൾ മുറിച്ച് ബാക്കി ഇത് വൃത്തിയാക്കണം എന്നുള്ളതാണ് നാട്ടുകാരനെന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തി. ഈ പ്രവർത്തനം നിലച്ചിട്ട് എത്ര കാലമായി? 2 വർഷം കഴിഞ്ഞു. പ്രവർത്തനം നിലച്ചിട്ട് ഏകദേശം 10 വർഷത്തിന് മുകളിലായി. 10 വർഷത്തിന് മുകളിലായി. അത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്നു. ഇത് 2010-ലാണ് കോർപ്പറേഷനോട് ചേർത്തത്. അതിനുശേഷം ഇവിടെ വലിയ പ്രവർത്തനമൊന്നുമില്ല. അതിന് ശേഷം ഒരു സാമൂഹ്യ നീതി ഓഫീസായിട്ട് പ്രവർത്തിച്ച് പിന്നീട് 10 വർഷം കൊണ്ട് ഇവിടെ പ്രവർത്തനമൊന്നുമില്ല. ഒരാൾ പോലും ഇതിനകത്ത് വരുന്നില്ല. 1954 എന്താണ് ഇത് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ, ഓർമ്മ. താങ്കൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ പാമ്പുകളെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടെന്ന് പറഞ്ഞാൽ താഴെ ഒരു ഗ്രൗണ്ടുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ. അപ്പോൾ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ഒരു 3 മാസത്തിന് മുമ്പ് ഈ വഴി വന്നപ്പോൾ ഈ മതിൽ കടന്ന് ഒരു അണലി പാമ്പ് പോകുന്നത് കണ്ട്. അണലി പാമ്പെന്ന് പറഞ്ഞാൽ ഈ കരിയിലയുടെ പുറം പോലെ ഇരിക്കും. പക്ഷേ അത് ഈ മൂർഖൻ നേരിട്ടാണ് ആക്രമിക്കുന്നത്. അണലി സൈഡ് തിരിഞ്ഞാണ് ആക്രമിക്കുന്നത്. അത് വളഞ്ഞ് ഇരുന്നിട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. അത് മനുഷ്യനെ ഭയങ്കരമായിട്ട്, മനുഷ്യജീവനെ പെട്ടെന്ന് കരളിൽ ബ്ലഡ് കോട്ട് ചെയ്യാനുള്ള പെട്ടെന്ന് കോട്ട് ചെയ്യുമെന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് ഈ അണലി വർഗ്ഗ പാമ്പ് ഇവിടെ ഭാഗത്ത് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു 2 ഏക്കർ വസ്തുവുണ്ട്, 3.5 ഏക്കർ മണലയത്ത് എന്ന് പറഞ്ഞ ഭാഗത്ത്. അവിടെയും ഇവിടെ തിരുവനന്തപുരം സിറ്റിയിലുള്ള ജനങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്ന ആ സ്ഥാപനത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗമാണ്. അവിടെയും കാട് പിടിച്ചിറങ്ങണം. ഒരാൾ അവിടെ സെക്യൂരിറ്റിക്കാരനായിട്ടുകൊണ്ട്, ഒരാൾ വാട്ടർ അതോറിറ്റിയുടെ ആളുമായിട്ടുണ്ട്. പക്ഷേ അവിടെയും കാട് പിടിച്ചിറങ്ങണം. അത് നിങ്ങൾ ചെന്ന് കണ്ടാൽ നിങ്ങളവിടെ കയറത്തില്ല. എന്തായാലും ഈ മൃഗാശുപത്രിയിലേക്ക് വരുന്നവർ ചോദിക്കുന്നത്, മൃഗങ്ങളെ ചികിത്സിച്ച് മടങ്ങി വരുമ്പോൾ വല്ല പാമ്പിൻ്റെയും കടിയേറ്റ് മരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.